ഡാലസിന്റെ മണ്ണിൽ നിന്ന് കാൽപന്തിന്റെ വസന്തമായിരുന്നു. ലോകകപ്പിന്റെ വിസിൽ മുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ നടന്ന ആ മത്സരം കേവലം ഒരു മത്സരം മാത്രമായിരുന്നില്ല, അതൊരു യുദ്ധ പോരാട്ടമായിരുന്നു. ഓരോ നിമിഷവും നെഞ്ചടിപ്പേറുന്ന ഗോളുകൾ മാറിമറഞ്ഞ ഒരു കാൽപന്ത് കാവ്യം. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി. ലൂക്ക മോഡ്രിച്ചിന്റെ ഫൗളിൽ നിന്ന് ലഭിച്ച ആ പെനാൽറ്റി ആദ്യവട്ടം ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ലിവാക്കോവിച്ച് തടുത്തിട്ടെങ്കിലും അദ്ദേഹം ലൈൻ വിട്ട് മുന്നോട്ട് വന്നതിനാൽ തന്നെ റെഫറി വീണ്ടും ഫ്രീ കിക്ക് അനുവദിച്ചു. ആ അവസരത്തിൽ ഇംഗ്ലണ്ടിന്റെ നായകൻ ഹാരി കെയ്ൻ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചു. എന്നാൽ ക്രൊയേഷ്യ അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പെറ്റാർ നൽകിയ പാസ് സ്വീകരിച്ച് മാർട്ടിൻ ബദുറിന് പായിച്ച മനോഹരമായ ഷോട്ട് പിക്ഫോർഡിന്റെ കൈകളെ മറികടന്ന് വലയുടെ വലതുമൂലയിൽ ചെന്ന് പതിച്ചപ്പോൾ ഗാലറി ഇളകി മറിഞ്ഞു. മത്സരം കൂടുതൽ കനക്കുകയായിരുന്നു. ഡെക്ലാൻ റൈസ് എടുത്ത ഉഗ്രൻ കോർണർ കിക്ക് വായുവിൽ ഉയർന്നു ചാടി ഹാരി കെയ്ൻ തന്റെ മനോഹരമായ ഹെഡറിലൂടെ വീണ്ടും വലയിലെത്തിച്ചപ്പോൾ ഇംഗ്ലണ്ട് രണ്ടാമതും ലീഡെടുത്തു. എന്നാൽ ഒന്നാം പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ക്രൊയേഷ്യ വീണ്ടും തിരിച്ചടിച്ചു. ഇവാൻ പെരിസിച്ച് തലകൊണ്ട് മനോഹരമായി നൽകിയ പന്ത് പെറ്റാർ മൂസ ഒരു തകർപ്പൻ വോളിയിലൂടെ ഇംഗ്ലീഷ് കോട്ട തകർത്ത് വലയിലെത്തിച്ചപ്പോൾ സ്കോർ ബോർഡ് വീണ്ടും തുല്യതയായി. രണ്ടാം പകുതി ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ ഇംഗ്ലണ്ടിന്റെ യുവരാജാവ് ജൂഡ് ബെല്ലിംഗ്ഹാം കളി കയ്യിലെടുത്തു. വലത് വിങ്ങിലൂടെ കുതിച്ചു പാഞ്ഞ് ലിവാക്കോവിച്ചിനെ കാഴ്ചക്കാരനാക്കി ബെല്ലിംഗ്ഹാം പായിച്ച ആ ലോഡോൺ ഷോട്ട് ഇംഗ്ലണ്ടിന് മൂന്നാമത്തെ ഗോളും സമ്മാനിച്ചു. തുടർന്ന് ക്രൊയേഷ്യൻ ഗോൾ മുഖത്ത് ഇംഗ്ലണ്ട് നിരന്തരം ആക്രമണം അയച്ചുവിട്ടു. ഒടുവിൽ 85-ാം മിനിറ്റിൽ പകരക്കാരനിറങ്ങിയ ബുക്കായോ സാക്കയുടെ മികച്ച നീക്കത്തിനൊടുവിൽ മാർക്കസ് റാഷ്ഫോർഡ് തികഞ്ഞ ശാന്തതയോടെ പന്ത് വലയിലാക്കി ഇംഗ്ലണ്ടിന്റെ ആധികാരിക വിജയം പൂർത്തിയാക്കി. 4-2. ഡാളസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച ഈ അവിസ്മരണീയമായ പോരാട്ടം കാൽപന്ത് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുമെന്ന് തീർച്ചയാണ്. ഒരു ഗോൾ അടിക്കുക, ശേഷം അതിന് പ്രതിരോധിക്കുക, പിന്നെ ഒരു ഗോൾ തിരിച്ചു വാങ്ങി സമനില, 2 എണ്ണം വാങ്ങി തോൽവി സമ്മതിക്കുന്നു. ഇതായിരുന്നു ഒരുപാട് കാലമായി ഇംഗ്ലണ്ട് ടീമിന്റെ പ്രധാന രീതി. അതിന് മാറ്റം കൊണ്ടുവന്നത് സൗത്ത്ഗേറ്റ് ആണ്. അതിന്റെ ഗുണം ഇംഗ്ലണ്ടിന് ലഭിച്ചു തുടങ്ങി. തുടർച്ചയായി 2 ഫൈനൽ. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന് ഇംഗ്ലണ്ട് ടീമിനെ പഠിപ്പിച്ച സൗത്ത്ഗേറ്റിനുള്ളതാണ് ശക്തമായ ക്രൊയേഷ്യയോടെയുള്ള ആ ആധികാരിക ജയം. സൗത്ത്ഗേറ്റ് മാറിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആ ശൈലി ഇന്ന് മാറിയിട്ടില്ല. 2026 ലോകകപ്പിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരമായിരുന്നു ഇത്. ഫുട്ബോൾ ആരാധകർക്ക് മനോഹരമായ ഒരു വിരുന്നൊരുക്കിയ ഒരു മത്സരം. ഈ ശൈലിയിൽ കളി തുടർന്നാൽ ഈ ലോകകപ്പ് ഇംഗ്ലണ്ടിന് സിമ്പിളായിട്ട് സ്വന്തമാക്കാവുന്നതാണ്.